സാർ അയാളെ കൈക്കൂലി ചോദിക്കുന്നു. അയാൾ ചോദിക്കുന്നതും കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നും കിട്ടത്തില്ല. സാർ അയാൾ ചുമ്മാ പറയുന്നതാ. ഇത്ര ഡീസൻ്റായിട്ട് കൈക്കൂലി വയ്ക്കുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കാണാൻ പറ്റുള്ളൂ. അന്നെ കളവൻ ഓണക്ക ഫ്രീക്കായി. എവിടെ പോയിരുന്നു ഇത്ര നേരം? വൈകിപ്പോയി ഷെമി. എന്താ ഇത്ര കലിപ്പ്? ആ താടിക്കിട്ട് ഒരു നമ്പർ ഇട്ട് നോക്കും. വർക്കൗട്ട് ആയില്ല. സാറിനോട് പറഞ്ഞു കൊടുത്തു. ഇനി അതിക്ക് ഞാരെ കിട്ടുമോ എന്തോ. പാമ്പ് മീനത്തിനൊന്നേ പോട്ടെ പോട്ടെ പോട്ടെ. ലലിച്ച കാശ് ഉണ്ടടാ, ഞാൻ കൊണ്ടുതരാം. എന്റെ കമ്മീഷൻ വിട്ട് എത്ര വരും നിനക്ക്? 3600. ഞായറാഴ്ച കോളനിയിൽ എഞ്ചിനീയർ സ്വീകരണത്തിന് രൂപ കൊണ്ടുവന്നാൽ മതി. വരാണ്ടിരിക്കാൻ പറ്റുമോ? എഞ്ചിനീയറെ കാര്യങ്ങൾ നോക്കാൻ ഓഫീസിൽ നിന്ന് എന്നെയാ ചുമതലപ്പെടുത്തിയിരിക്കണേ. പണി വരുന്ന വഴിയേ ഇനിയിപ്പോ പാലം പണി കഴിയണത് വരെ നിലത്ത് നിൽക്കാൻ പറ്റും തോന്നുന്നില്ല. അയാളെ കണ്ടോ? ആരെ? എഞ്ചിനീയറെ. ആ, വരുന്നൊരു മെസ്സേജ് കണ്ടു. അപ്പൊ സ്വീകരണം അതൊക്കെ കൃഷ്ണ സാർ അയാളോട് പറഞ്ഞിട്ടുണ്ട്. ശരിടാ, ഞാൻ പോവാ. പോലെ എന്തടാ? ഞായറാഴ്ച ലാലിച്ചൻ കാശ് എന്നാ തിങ്കളാഴ്ച വാങ്ങും. മുത്താടാ നീ. ശരി. അതിന് ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ നീ തടവിത്തലോടെ അവിടെ തേഞ്ഞല്ലടാ. നിനക്കത് വാങ്ങിച്ചൂടെ? ജോസഫ് ഉണ്ടെന്നേ മണിച്ചേട്ടാ. പുറത്തു പോയടാ. ഇപ്പൊ വരോ? വൈകുന്നേരമാവും. എൻ്റെ അടുത്ത് പൂട്ടി പൊക്കോളാൻ പറഞ്ഞു. മണിച്ചേട്ടോയ്, ഓ, ആ കണ്ണാടി കാണുന്ന സാധനത്തിന് എന്ത് വില വരും? ജോസഫേട്ടാ, ചെക്കൻ കണ്ടിങ് പോരെ. കൂടെ താടിക്കാൻ തന്നെ. ആ അവിടെ നിന്നാ പുതിയ കടയലങ്കാരൊക്കെ ഉദ്ഘാടിച്ചാടാ. എന്തുകടെ? ഇതുപോലത്തെ സാധനങ്ങളൊക്കെ. വെറുതെ അല്ല രണ്ട് വീച്ചായിട്ടിരിക്കുന്നത്. ഒടുക്കത്തെ വിലയിടുമ്പോഴേ ആലോചിക്കണം. മണിച്ചേട്ടാ, ഇതുപോലത്തെ വീൽചെയറൊക്കെ അവിടെ വില കുറവാ? എന്നാ നീ അവിടെ പോയി വാങ്ങടാ. അല്ല കിടാവേ, നീ 1000 രൂപ അഡ്വാൻസ് തന്നി ഇതിവിടെ വെച്ച് പോയിട്ട് എത്ര മാസം വല്ല പിടുത്തോണ്ടാ ഇല്ലേ? അതങ്ങനെ ആരെങ്കിലും ഇത് തന്നെ വാങ്ങാൻ വരുമ്പോൾ അപ്പം നിന്റെ മുഖങ്ങൾ ഓർമ്മയിൽ വരും. പിന്നെ കൊടുക്കാനും പറ്റില്ല. കുറച്ച് തെണ്ണം കേട്ടാ. ഇന്നെന്താ ദിവസം ജോസഫേട്ടാ? ഇത് ചോദിക്കണം നീ ഇങ്ങോട്ട് വന്നേ. പറ ജോസഫേ. ഇന്ന് പോതല്ലേ കേട്ടാ. തെറ്റിച്ച് ശനി. ആദ്യം ഇവൻ വന്നപ്പോഴേ എനിക്ക് തോന്നി കണ്ട ശനിയാന്ന്. തിങ്കളാഴ്ച രാവിലെ 9 മണിയാകുമ്പോഴത്തേക്കും കട തുറക്കണം. ഞാനിത് കൊണ്ടുപോകാൻ വരും. അപ്പൊ കാശാടാ? റെഡിയാണ്. നിന്റെ അമ്മ സത്യം റെഡിയാണ്. 40 ഫുൾ പേയ്മെന്റ്. സന്തോഷമൊക്കെ കൊള്ളാം, മുങ്ങിച്ചാകല്ലേ. ലാലിച്ച, അപ്പൊ കാര്യങ്ങളെല്ലാം ഓക്കെ അല്ലേ? സാർ വരുമല്ലോ. സാറ് വന്നോളും. നിങ്ങൾ നാട്ടുകാരിലെ പ്രധാനമന്ത്രിയാക്കും. നോക്കിയോ, കളർ ബൾബിൽ കുരുങ്ങാതെ പോകണം. കത്തുന്ന ബൾബാണെങ്കിൽ കാശ് എന്റെയാണ്. ഞാൻ മുങ്ങാണേ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. അതെന്താ? സാറ് ഒരു 7 ദിവസം കഴിയുമെന്ന്. അപ്പൊ ഇവന്റെ കാര്യം? അവന്റെ കാര്യം നാട്ടുകാർ നോക്കിക്കോളും. അവ എനിക്കിട്ട് പണിയാൻ തുടങ്ങിട്ട് നാള് കുറയായി. കാശ് തികഞ്ഞു അല്ലേടാ? കഠിനാധ്വാനി നേടിയെടുത്തു. ഞാനിത് ഇപ്പോഴാ ശ്രദ്ധിച്ചത്. നിന്റെ ഡാൻസ് ഉണ്ടാ? ഡാ, ഈ ഒരുക്കങ്ങൾ നിന്റെ പപ്പ സ്വർഗത്തിരുന്ന് നിനക്കായി ഒരുക്കിയതാ. ആഘോഷിക്കടാ മുത്തേ. ശരിയെന്നാ.
नमो बचाओ हो ऐसे मत कहो नमो। अक्कू को वहाँ एक बहुत बड़ा काम खत्म करना है, वो करके मैं जल्दी वापस आ जाऊंगा और तुम्हें लेके पूरा हिमालय घूमेंगे हम। पक्का पक्का। अगर ऐसे ही चलते तो दिल्ली पहुंचेगा बाजार, फिर वहां से ट्रेन में आराम से जाएगा। तुम क्या सोचते हो? आगे रास्ता बहुत खराब है, बहुत सारा बर्फ भी मिलेगा और तू और तेरा बाइक सह भी नहीं पाएगा। ठीक है आबा, अक्कू ट्रक में ही जाएगा। अगली बार मैं तुझे भी ले जाऊंगा, ओह वहाँ मेरे घर में बालू के साथ कुछ बिठाएंगे। എവിടേക്കാ? വിളിക്കാത്ത വല്ല കല്യാണം തിന്നാൻ പോവാണോ? അമരാത്തിരുന്ന സിനിമ ആണെന്ന് ആന്തോ പരിപാടിയാ ഇന്ന് പോണ്ടേന്ന് അറിയാൻ പാടില്ലേ? നിക്കടാ ഇപ്പൊ തന്നെ പോവാ. ആ വന്നല്ലോ, ഇപ്പൊ തീരും. നീ ഒന്നും വരണ്ട, ഞാൻ വരാൻ വണ്ടി വിളിച്ചോളാം. എടാ എല്ലാവരും റെഡി ആയിട്ടിരിക്കുക, കുറച്ച് നേരം ജോസഫേട്ട കട തുറക്കണ്ടേ, നീ ഇവിടെ ഇരിക്കുക. ബാംഗ്ലൂർ ഇത് പഴയണല്ലേ? നീ കണ്ടില്ല? ആരും കണ്ടില്ലടാ, ഇപ്പൊ തീരും, കുറച്ച് നേരം ഇവിടെ ഇരിക്കി.